Alhamdulillah al-wahidil qahhar muqili 'alan nahar tadhkiratan qulubi wal absar والسلام على سيد الأنبياء والمرسلين وعلى عليه وسلم من عادى لي وليا فقد آذنته بالحرب يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم قادری کر قادری رق قادریوں میں اٹھا قدر عبد القادر قدرت نما کے واسطے صدق صادق کا تصدق صادق الاسلام کا بندے رزاق تاج الاسفیاء کے واسطے ഏറ്റവും സ്നേഹം ബഹുമാന ആദരവുകൾ നിറഞ്ഞ ആദരണീയരായ മൽജ സ്ഥാപനങ്ങളുടെയും ഈ നാടിൻ്റെയും ഒക്കെ നേതൃത്വമായ സാദാത്തുക്കളെ, ഈ വേദിയിൽ സദസ്സിൽ ഉപവിഷ്ടരായ പണ്ഡിത മഹത്തുക്കളെ, എനിക്ക് ഏറ്റവും പ്രിയമുള്ള എൻ്റെ മുതഅല്ലിം സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു നമ്മുടെ ഈ മജ്ലിസ് അവൻ്റെ അടുക്കൽ പൊരുത്തമുള്ള നല്ല ഒരു മജ്ലിസായി നമ്മിൽ നിന്ന് കബൂലാക്കുമാറാകട്ടെ. ഈ മജ്ലിസിൽ ഇന്ന് നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മവാപ്പമാർ, ഉസ്താദുമാർ, ഭാര്യ മക്കൾ, ബന്ധുമിത്രാദികൾ, സ്നേഹജനങ്ങൾ, സഹപാഠി സുഹൃത്തുക്കൾ, സഹകാരികൾ, ഭക്ഷണം തന്നവർ, ദുആ വസിയ്യത്ത് ചെയ്തവർ, നമ്മുടെ സ്ഥാപനങ്ങളെയും സംരംഭങ്ങളെയും സംഗമങ്ങളെയും സഹായിക്കുന്നവർ, നമ്മുടെ മജ്ലിസുകളിൽ ഒരുമിച്ച് കൂടുന്നവർ, നമ്മൾ മജ്ലിസുകളിൽ ചോദിക്കുമ്പോൾ നൽകുന്നവർ, നൽകിയവർ, വിശേഷിച്ച് ഈ മൽജ ഇസ്ലാമിക് ഇൻസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട് ഒരു നല്ല വാക്കുകൊണ്ടെങ്കിലും സഹായിച്ച മുസ്ലിമുകൾ, മുഅ്മിനീങ്ങൾ എല്ലാവർക്കും നാളെ സ്വർഗം ഉദ്ഘാടനം ചെയ്യുന്ന നേതാവ് താജ്ദാറെ മദീന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊന്നിച്ച് സ്വർഗീയ ആരാമത്തിൽ സംഗമിക്കുവാൻ അള്ളാഹു നമുക്ക് ഈ മജ്ലിസ് കൊണ്ട് ഭാഗ്യം നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയി ഖബറിന്റെ ഏകാന്തതകളിൽ ആരോരും കൂട്ടിനില്ലാതെ ഒറ്റയ്ക്ക് കഴിയുന്ന നമ്മുടെ മുൻഗാമികളുടെ ഖബറിടങ്ങളെ അള്ളാഹു സ്വർഗമാക്കി മാറ്റുകയും നേരം പോക്കിനു വേണ്ടി നമ്മുടെ ഈ മജ്ലിസ് അവരുടെ ഖബറുകളിൽ കാണിച്ച് അവർക്ക് അള്ളാഹു സന്തോഷം പകരുകയും ഈനാസ് നൽകുകയും ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, ആദരണീയരായ മൽജ സാദാത്തുക്കളുടെ നേതൃത്വത്തിൽ
ഇവിടെ നടക്കുന്ന ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾ സമുദായത്തിനും സമൂഹത്തിനും ഉപകാരപ്രദമായ ജീവകാരുണ്യ സേവന പ്രവർത്തനങ്ങൾ എല്ലാവരാലും ശ്ലാഘനീയമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. കുറെ കാലം മുമ്പ് ഇവിടെയൊക്കെ വെറും തോട്ടങ്ങളും അതുപോലെ കാട് പിടിച്ചു കിടന്നിരുന്ന സ്ഥലമാണ്. ഇന്ന് ഈ സ്ഥലം ഒരു സ്വലാത്തിന്റെ മജ്ലിസായി, ഒരു ഇൽമ വിതരണ കേന്ദ്രമായും ഒക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. മഹാനരായ സാദാത്തുക്കളുടെ സാരവത്തായ സാന്നിധ്യവും സാർത്ഥകമായ സാരഥ്യവുമെല്ലാം നമുക്കും നമ്മുടെ നാട്ടിനും വിശേഷിച്ച് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനും നൽകിയ നേട്ടങ്ങൾ ചെറുതല്ല. അല്ലാഹു ആദരണീയരായ സാദാത്തുക്കൾക്കും അവിടുത്തെ കുടുംബത്തിനും അനുചര വൃന്ദങ്ങൾക്കും അനുയായികൾക്കും ശിഷ്യഗണങ്ങൾക്കും എല്ലാം ദീർഘനാൾ ആഫിയത്തും ദീർഘായുസ്സും ബറക്കത്തും റിഫഅത്തും അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന ആത്മാർത്ഥമായി ആമുഖമായി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. സഹോദരങ്ങളെ, മഹാന്മാരായ സഹാബത്താണ് പരിശുദ്ധമായ ഇസ്ലാമിക പ്രബോധന രംഗത്ത് നിറഞ്ഞു നിന്ന ആളുകൾ. കേരളത്തിൽ മഹാനായ മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു വഹുവ സഹാബിയ്യുൻ, മഹാനവറുകളുടെ നേതൃത്വത്തിൽ ഇസ്ലാമിക് പ്രൊപ്പഗേറ്റേഴ്സ്, ഇസ്ലാമിക പ്രബോധകന്മാർ അവർ കടന്നു വരികയും തിരുനബി തിങ്കൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുമുന്നിൽ നിന്ന് പഠിച്ച വിശുദ്ധമായ ഇസ്ലാമിനെ നമുക്ക് പകർന്നു തരികയും ചെയ്തു. പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുമുന്നിൽ നിന്ന് അവർ പഠിച്ച ദീൻ എന്താണോ ആ ദീനിനെ അതേപടി നമ്മളിലേക്ക് എത്തിച്ചത് ഹബീബിന്റെ സഹാബത്താണ്. ആ പരിശുദ്ധമായ ദീന് തലമുറ തലമുറയായി അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശഗംഭീരമായ രാജപാതകളിലൂടെ സഞ്ചരിച്ച് ഇന്ന് ഈ 21st സെഞ്ചുറിയിൽ 21ാം നൂറ്റാണ്ടിൽ അൽഹംദുലില്ലാഹ് മഹാന്മാരായ സാദാത്തുക്കളുടെ നേതൃത്വത്തിൽ ഈ നാട്ടിലും പടയോട്ടം തുടരുകയാണ്. അള്ളാഹുവിന്റെ ഔലിയാക്കളും അള്ളാഹുവിന്റെ ആരിഫീങ്ങളും അവർ വലിയ മഹത്വമുള്ള ആളുകളാണ്, വലിയ സ്വീകാര്യതയുള്ള ആളുകളാണ്. കണ്ടില്ലേ മഹാനായ അബ്ദുൽ ഖാദിറുൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ ആരാണ്? അവിടുന്ന് ചെറിയ കുഞ്ഞായി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, മുത്തഅല്ലിമായി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടുത്തെ ഉസ്താദായ ഹമ്മാദ് എന്നവർ സാധാരണഗതിയിൽ കുട്ടികളെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നതിനപ്പുറമായി അബ്ദുൽ ഖാദിർ എന്നു പേരുള്ള മുത്തഅല്ലിമിനെ ശിക്ഷിക്കുകയും ശാസിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. ഇതു കണ്ടിട്ട് സഹപാഠികളായ മറ്റു കൂട്ടുകാർ, ചങ്ങാതിമാർ, നോക്കൂ നിങ്ങൾ ആ അബ്ദുൽ ഖാദിറിന്റെ അവസ്ഥ എന്താണ്? അവനെ ഉസ്താദ് പൊതിരെ തല്ലുകയാണ്, എപ്പോഴും അടിക്കും, എപ്പോഴും ശാസിക്കും. ഇത് കണ്ടിട്ട് കുട്ടികൾക്കൊരു രസം, അവരും അതും ഇതൊക്കെ പറയാൻ തുടങ്ങി. അബ്ദുൽ ഖാദിറിനെ അവരും വാണ്ടാൻ തുടങ്ങി, ഞോണ്ടാൻ തുടങ്ങി, പിച്ചാൻ തുടങ്ങി, നുള്ളാൻ തുടങ്ങി. ഒരു ദിവസം അബ്ദുൽ ഖാദിർ എന്ന മുത്തഅല്ലിം ഇല്ലാതിരുന്ന സമയത്ത് മുത്തഅല്ലിമീങ്ങളെ എല്ലാവരെയും ഉസ്താദ് ഒരുമിച്ച് കൂട്ടി അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, എടാ മക്കളെ,
അബ്ദുൽ ഖാദറിനോട് ഞാൻ പെരുമാറുന്നത് കണ്ട്, അബ്ദുൽ ഖാദറിനോട് ഞാൻ ഇടപെടുന്നത് കണ്ടിട്ട് നിങ്ങളാരും അങ്ങനെ ഇടപെടണ്ട. അബ്ദുൽ ഖാദർ ആരാണെന്നറിയുമോ? ഖുതുബുൽ അഖ്താബ് എന്ന പദവിയിലേക്ക് നാളെ വളർന്നു പടർന്നു പന്തലിക്കുന്നയാളാണ്. അതുകൊണ്ട് നിങ്ങൾ, ഞാൻ അബ്ദുൽ ഖാദറിനോട് ഇടപഴകുന്നത് പോലെ നിങ്ങൾ അബ്ദുൽ ഖാദറിനോട് ഇടപഴകണ്ട. ഹമ്മാദ് എന്ന ഉസ്താദ് അവിടുത്തെ മുത്തഅല്ലിമീങ്ങളെ അടുത്തു വിളിച്ചിട്ട് ഉപദേശിക്കുകയാണ്. സഹോദരങ്ങളെ, ഒരു ദിവസം എവിടെയോ ദീർഘമായ ഒരു യാത്രയ്ക്ക് പോയിരുന്നു അബ്ദുൽ ഖാദർ. ഉസ്താദ് കുട്ടികളെ വിളിച്ചിട്ട് പറഞ്ഞു, ഇന്ന് രാത്രിയിൽ അബ്ദുൽ ഖാദർ വരും, നിങ്ങൾ ആരും പർണശാലയുടെ വാതിൽ തുറന്നു കൊടുക്കരുത്, നിങ്ങൾ ആരും ഡോർ ഓപ്പൺ ആക്കി കൊടുക്കാൻ പാടില്ല, എത്ര വന്ന് വിളിച്ചാലും മുട്ടിയാലും നിങ്ങൾ ആരും കേട്ടതായും കണ്ടതായും നടിക്കാൻ പാടില്ല. അങ്ങനെ പാതിരാത്രിയായി. പാതിരാത്രി സമയമായപ്പോൾ അബ്ദുൽ ഖാദർ എന്ന മുത്തഅല്ലിം വന്നു. എല്ലാ വാതിലും പോയി മുട്ടി. ആരും വാതിൽ തുറന്നു കൊടുക്കുന്നില്ല, ഡോർ ഓപ്പൺ ആക്കി കൊടുക്കുന്നില്ല, കതക് തുറന്നു കൊടുക്കുന്നില്ല. സഹോദരങ്ങളെ, അവസാനം ഹമ്മാദ് എന്ന ഉസ്താദിന്റെ ഡോറിന്റെ ഫ്രണ്ടിൽ പോയിട്ട് ഇങ്ങനെ നിന്നു. നല്ല മഞ്ഞു പെയ്യുന്ന തണുപ്പുള്ള രാത്രിയാണ്, ചളി പെയ്യുന്ന തണുപ്പുള്ള രാത്രി. കിടുകിടാ വിറച്ചുകൊണ്ട് നിൽക്കുകയാണ്. മരം കോച്ചുന്ന, രക്തമുറഞ്ഞു പോകുന്ന ആ ചളിയുള്ള രാത്രിയിൽ അബ്ദുൽ ഖാദർ എന്ന മുത്തഅല്ലിം ഉസ്താദിന്റെ വാതിലിന്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഹമ്മാദ് എന്ന ഉസ്താദ് തഹജ്ജുദിന് നേരമായപ്പോൾ എഴുന്നേൽക്കുകയാണ്. അവിടുന്ന് വാതിലിങ്ങനെ ഓപ്പണാക്കി നോക്കുമ്പോൾ, ഡോർ ഓപ്പണാക്കി നോക്കുമ്പോൾ അതാ ഫ്രണ്ടിൽ ഒരു മുത്തഅല്ലിം നിൽക്കുകയാണ്. ആരാ? ഞാൻ അബ്ദുൽ ഖാദറാണ്. എന്താ ഈ വാതിലിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ നിൽക്കുന്നത്? രാത്രിയിൽ വന്നതാണ്, ആരും വാതിൽ തുറന്നു തന്നില്ല, എന്റെ വാതിലിൽ മുട്ടാമായിരുന്നില്ലേ? അവിടുന്ന് ഉറങ്ങുകയായിരുന്നല്ലോ, ഉറങ്ങിക്കിടക്കുന്ന അവിടുത്തെ വാതിലിൽ മുട്ടാൻ എനിക്ക് മനസ്സ് തോന്നിയില്ല. ഇപ്പോൾ എത്ര മണിയായി? ഇപ്പോൾ ടൈം എത്രയായെന്നറിയുമോ? ഒരുപാട് സമയമായി, നേരം തഹജ്ജുദിനോടടുക്കുകയാണ്. സഹോദരങ്ങളെ, ഹമ്മാദ് എന്ന ഉസ്താദ് ശിഷ്യനെ അടുത്തു വിളിക്കുകയാണ്. മോനെ അബ്ദുൽ ഖാദറേ, നീ എന്നോട് ദേഷ്യമുള്ളവനാകരുത്. നിന്റെ പരീക്ഷണ കാലഘട്ടം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. എന്റെ പർണശാലയിൽ മുത്തഅല്ലിമായി നീ പഠിക്കേണ്ട കാലം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നിനക്ക് പോകാം. നിനക്ക് എന്റെ പർണശാലയിൽ നീ പഠനം പൂർത്തിയാക്കി നിനക്ക് മറ്റെവിടെയെങ്കിലും യാത്ര ചെയ്ത് പോകാം. ഇത് അവസാനത്തെ എക്സ്പെരിമെന്റ് ആയിരുന്നു, ഇത് അവസാനത്തെ പരീക്ഷണമായിരുന്നു. മുത്തഅല്ലിമിനെ ഉസ്താദ് ചേർത്ത് നിർത്തി കെട്ടിപ്പിടിച്ചു ചുംബനങ്ങൾ അർപ്പിച്ചു. കാരണം അതൊരു പരീക്ഷണമായിരുന്നു. ആ ശക്തമായ ചളി പെയ്തുകൊണ്ടിരിക്കുന്ന രാത്രിയിൽ ഉസ്താദിന്റെ വാതിലിൽ മുട്ടാതെ ആ രാത്രി മുഴുവനും ഉസ്താദിന്റെ വാതിലിന്റെ ഫ്രണ്ടിൽ, ഡോറിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ നിൽക്കുകയാണ്, ഒരൊറ്റ നിൽപ്പ് നിൽക്കുകയാണ്. സഹോദരങ്ങളെ, അബ്ദുൽ ഖാദർ ജീലാനി തങ്ങൾ പിന്നീട് ആരായി? 4 അഖ്താബുകളിൽ ഫസ്റ്റ്, ഒന്നാമതരായി അബ്ദുൽ ഖാദർ ജീലാനി. നമ്മൾ ഈ അബ്ദുൽ ഖാദർ ജീലാനി, അബ്ദുൽ ഖാദർ ജീലാനി എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിനകത്തൊരു ധാരണയുണ്ടാകും. ഒരു ശൈഖ് വലിയ ദാടിയൊക്കെ ഇങ്ങനെ വളർത്തി, ഒരു പച്ച കുപ്പായൊക്കെ ഇങ്ങനെ ഇട്ട്, ഒരു സഞ്ചിയൊക്കെ വേണമെങ്കിൽ ഇങ്ങനെ തൂക്കി. ഇവിടെ ഈ സഞ്ചി എന്നൊക്കെ പറഞ്ഞ
മലയാളമൊക്കെ എല്ലാവർക്കും മനസ്സിലാവും ഇല്ലേ? അപ്പൊ അങ്ങനെ ഒരു പാവപ്പെട്ട സാധുവായ ഫക്കീറായ മനുഷ്യൻ എന്നൊരു കൺസെപ്റ്റ് നമ്മുടെ മനസ്സുകളിലുണ്ട്. മൊഹീദ്ദീൻ ഷെയ്ഖ് എന്നൊക്കെ പറയുമ്പോ വാസ്തവത്തിൽ മൊഹീദ്ദീൻ ഷെയ്ഖ് പാവപ്പെട്ടവനല്ല, ഫക്കീറായിരുന്നില്ല, മിസ്കീനായിരുന്നില്ല. അവിടുന്ന് കോടാന കോടി ആസ്തിയുള്ള പടുകൂറ്റൻ മുതലാളിയായിരുന്നു. അവിടുന്ന് കുത്തിപ്പിടിച്ച് നടക്കാൻ ഉപയോഗിച്ചിരുന്ന വടിയുടെ അഗ്രഭാഗത്ത് ഘടിപ്പിച്ചിരുന്ന മാണിക്യത്തിന്, മരതകത്തിന്, കോമേതകത്തിന് കോടാന കോടി രൂപ വിലയുണ്ടായിരുന്നു. അത്രമേൽ വലിയ മുതലാളിയാണ്, സമ്പന്നനാണ്. എനിക്കും നിങ്ങൾക്കും സമ്പത്ത് വന്നാൽ പിന്നെ നമുക്ക് അല്ലാഹയെ വേണ്ട, അള്ളാന്റെ റസൂലിനെ വേണ്ട, പള്ളി വേണ്ട, നിസ്കാരം വേണ്ട, തങ്ങളുപ്പാപ്പായ വേണ്ട. നമുക്ക് പിന്നെ നമ്മളും നമ്മുടെ കോംപ്ലക്സുകളും നമ്മുടെ ഫ്ലാറ്റുകളും നമ്മുടെ എസ്റ്റേറ്റുകളും നമ്മുടെ എക്കണോമിക് ബാക്ക്ഗ്രൗണ്ടുകളും നമ്മുടെ സെറ്റപ്പും നമ്മുടെ വാഹനവും നമ്മുടെ വെഹിക്കിളും നമ്മുടെ എല്ലാം നമ്മുടേതായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ ഹാജിയാരെ, എന്താ പള്ളിയിൽ ജമാഅത്തിലൊന്നും കാണുന്നില്ലല്ലോ? സൂപ്പർ മാർക്കറ്റ് അല്ലേ, വലിയ തിരക്കാ, എപ്പോഴും ബിസിയാ. ഒന്ന് അങ്ങോട്ട് പോകാൻ പറ്റൂല, ഇങ്ങോട്ട് തിരിയാൻ പറ്റൂല, അങ്ങോട്ട് തിരിയാൻ പറ്റൂല. എന്നാൽ ഈ ഹാജിയാര് ചിന്തിക്കുന്നില്ല, അള്ളാഹുവാണ് എനിക്ക് സൂപ്പർ മാർക്കറ്റ് തന്നവൻ, അള്ളാഹുവാണ് എനിക്ക് പണം തന്നവൻ, അള്ളാഹുവാണ് എനിക്ക് സമ്പത്ത് തന്നവൻ, അള്ളാഹുവാണ് എനിക്ക് സകലവും തന്നവൻ. ആ അള്ളാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ഹയ്യ അലസ്സലാ, ഹയ്യ അലസ്സലാ, വിജയത്തിലേക്ക്, നിസ്കാരത്തിലേക്ക് വരൂ എന്ന് മാടി വിളിക്കുമ്പോൾ അള്ളാഹുവിന്റെ പള്ളിയിൽ ത്രാട്ടാങ്കം ലഭിക്കാൻ, പടച്ചവന്റെ വിളിയാളത്തിന് ഉത്തരം നൽകാൻ, തന്റെ സൂപ്പർ മാർക്കറ്റുകളെ വലിച്ചെറിഞ്ഞ്, തന്റെ കച്ചവടങ്ങളെ വലിച്ചെറിഞ്ഞ്, തന്റെ സാധന സാമഗ്രികളെ ഒഴിവാക്കിയിട്ട് അള്ളാഹുവിന്റെ മുന്നിൽ സദയം സമർപ്പിക്കാൻ അവൻ പോകേണ്ടവനാണെന്ന വിചാരം അവന്റെ കൽബിലില്ല. ഒരൽപ്പം പൈസ നമ്മുടെ കയ്യിൽ വന്നു പോയി, എന്തിനേറെ ഒരു കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ടു നോക്കട്ടെ, അന്ന് പിന്നെ ഊണും ഉണ്ടാവത്തില്ല, ഉറക്കവും ഉണ്ടാവത്തില്ല, എപ്പോഴും ടെൻഷനാണ്. പെഞ്ഞാഴി ചോദിക്കും, ഈ മനുഷ്യന് ഇതെന്തു പറ്റി? ഇയാൾക്ക് ഇതെന്തോ പറ്റി? ഒരു മ്ലാനമായ, ദുഃഖമായ, ശോകമായ ഒരവസ്ഥയിൽ അയാൾ ഇരിക്കുന്നല്ലോ. നിങ്ങളുടെ ഭാര്യ മരിച്ചുപോയോ? പെഞ്ഞാഴി ചോദിക്കും. നിങ്ങളുടെ മറ്റേ പെഞ്ഞാഴി മരിച്ചുപോയോ? നിങ്ങൾക്ക് എന്തു പറ്റി ഇത്ര ടെൻഷൻ? മൊബൈൽ ഫോണ് രാവിലെ പള്ളിയിൽ പോയി wudu എടുക്കുന്നിടത്ത് വെച്ചതാ. സുബഹിക്ക് കൈകെട്ടാൻ വേണ്ടി അല്ലാഹു അക്ബർ ഇമാം തുടങ്ങി, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. മൊബൈൽ ഫോൺ wudu എടുക്കാൻ നേരത്ത് അവിടെ വെച്ചതാ, പോക്കറ്റിൽ ഇല്ല. ഈ തപ്പി നോക്കി, ഇവിടെ തപ്പി, ഓ സുബഹി നിസ്കരിച്ചുകൊണ്ട് നിൽക്കുക. സുബഹി നിസ്കാരത്തിന്റെ പ്രത്യേകത എന്താ? 2 റക്അത്തേ ഉള്ളൂ, 2 റക്അത്ത്. അതുകൊണ്ട് ഇമാമ ഒരൽപ്പം സുദീർഘമാക്കിയാ നിസ്കരിക്കുക. ചെറിയ സൂറത്തൊക്കെ സാധാരണ ഓതുകി, അന്ന് ഇമാമ സുബഹിക്ക് ചിലപ്പോൾ വലിയ സൂറത്ത് ഓതും. അപ്പൊ ഇമാമ, ഓ ഇന്നാരൊന്നും നിർത്തുന്നില്ലല്ലോ, ഇയാളൊന്നും നിർത്തി കിട്ടുന്നില്ലല്ലോ, ഒന്ന് പെട്ടെന്ന് ഫാസ്റ്റാക്കി ഒന്ന് ഓതും മുസ്ലിയാരെ. എവിടെ നിൽക്കുക? നിസ്കാരത്തിൽ നിൽക്കുക. അല്ലാഹുമ്മ ഹ്ദിനാ ഫീമൻ ഹദൈത് വഅഫിനാ ഫീമൻ ആഫൈത് വതവല്ലനാ ഫീമൻ തവല്ലൈത്. അപ്പോഴോ എന്റെ മൊബൈൽ ഫോൺ ഹൗലിന്റെ അവിടെ നിന്ന് ആരെങ്കിലും എടുത്തുകൊണ്ട് പോയിട്ടുണ്ടാകുമോ? ആ മൊബൈൽ ഫോൺ അവിടെ തന്നെ ഇരിക്കുന്നുണ്ടാവോ? ഞാൻ തിരിച്ചു പോയി സലാം വീട്ടിൽ നോക്കിയാ മൊബൈൽ ഫോൺ അവിടെ കാണുവോ? ഇത് അയാളുടെ മനസ്സിനകത്ത്. ഇങ്ങനെയാണ് നമ്മുടെ അവസ്ഥ. എന്നാൽ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ, നിങ്ങൾ ആലോചിച്ചു നോക്ക്, അവിടുന്ന് ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു, തങ്ങളെ നിങ്ങളുടെ കപ്പലുകൾ കടലെടുത്തു പോയി എന്ന് പറഞ്ഞു.
കപ്പലെന്ന് പറഞ്ഞാൽ ചെറിയ പൈസയാണോ കപ്പലിന്? എത്ര കോടി രൂപ വിലയുണ്ടാകും കപ്പലിന്, പടുകൂറ്റൻ വിലയുണ്ടാകും കപ്പലിന്. കോടിക്കണക്കിന് രൂപ വിലയുള്ള കപ്പൽ സഞ്ചയങ്ങൾ ആർക്കുണ്ട്? അബ്ദുൽ ഖാദിറുൽ ജീലാനി തങ്ങൾക്കുണ്ട്. അപ്പോ ആ കപ്പലുകൾ കടലെടുത്തു പോയി. അത് തിരമാലകളുടെ രാക്ഷസീയ വന്യമായ തിരമാലകളുടെ ആർത്തല്ലലുകളേറ്റ് കടലിന്റെ അഗാധതയിൽ ആണ്ടുപോയി എന്നൊരു ബാഡ് ന്യൂസ് വന്നിട്ട് പറഞ്ഞപ്പോൾ അബ്ദുൽ ഖാദിറുൽ ജീലാനി തങ്ങൾ പറഞ്ഞു, അൽഹംദുലില്ലാഹ്. ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആയിരക്കണക്കിന് മുതഅല്ലിമീങ്ങൾ ഇങ്ങനെ ഫ്രണ്ടിലിരുന്ന് ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് പറഞ്ഞു, അൽഹംദുലില്ലാഹ്. ഇതെന്താ ഇങ്ങനെ പറയുന്നത്? ഒരു ബാഡ് ന്യൂസ് കേട്ടാൽ, ഒരു വിഷമകരമായ ഒരു വാർത്ത കേട്ടാൽ പറയേണ്ടത് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നാണ്. അൽഹംദുലില്ലാഹ് എന്ന് സന്തോഷമുണ്ടാകുമ്പോ പറയേണ്ടതാണ്. കുറെ നേരം ക്ലാസ് എടുത്തു. പിന്നെ കുറെ കഴിഞ്ഞപ്പോൾ ഒരാൾ വന്നിട്ട് പറഞ്ഞു, തങ്ങളെ നഷ്ടപ്പെട്ടു എന്ന് കരുതിയ കപ്പൽ സഞ്ചയങ്ങൾ തുറമുഖത്ത് നങ്കൂരമിട്ടിരിക്കുകയാണ്, ഒരു പ്രശ്നവുമില്ല, ഒരു പ്രശ്നവുമില്ല. ഇത് കേട്ടപ്പോഴും പറഞ്ഞു, അൽഹംദുലില്ലാഹ്. അപ്പോൾ ചോദിച്ചു, തങ്ങളെ ഇതെന്താ? കപ്പലുകൾ കോടിക്കണക്കിന് രൂപ വില വരുന്ന കപ്പലുകൾ നഷ്ടപ്പെട്ടിട്ട് അവിടുന്ന് അൽഹംദുലില്ലാഹ് പറഞ്ഞത് എന്തോത്തിനാ? എടാ മക്കളെ, എനിക്ക് പണം തന്നവൻ ആരാണ്? എനിക്ക് സമ്പത്ത് തന്നവൻ ആരാണ്? എനിക്ക് കപ്പലുകളെ തന്നവൻ ആരാണ്? എനിക്ക് സൗകര്യങ്ങളെ തന്നവൻ ആരാണ്? അല്ലാഹു അല്ലയോ? എത്രയോ ആളുകൾക്ക് അല്ലാഹു നല്ല ബോഡി കൊടുത്തിട്ടുണ്ട്, പക്ഷേ ആളുകൾക്ക് അല്ലാഹു ആരോഗ്യം കൊടുത്തിട്ടില്ല. എത്രയോ ആളുകൾക്ക് അല്ലാഹു ആരോഗ്യം കൊടുത്തിട്ടുണ്ട്, പക്ഷേ അല്ലാഹു അവർക്ക് സമ്പത്ത് കൊടുത്തിട്ടില്ല. എത്രയോ ആളുകൾക്ക് അല്ലാഹു സമ്പത്ത് കൊടുത്തിട്ടുണ്ട്, പക്ഷേ അവർക്ക് അല്ലാഹു സൗന്ദര്യം കൊടുത്തിട്ടില്ല. എത്രയോ ആളുകൾക്ക് അല്ലാഹു കണ്ണുകൾ കൊടുത്തിട്ടുണ്ട്, പക്ഷേ കാഴ്ച ശക്തി കൊടുത്തിട്ടില്ല. എത്രയോ ആളുകൾക്ക് അല്ലാഹു ചെവി കൊടുത്തിട്ടുണ്ട്, പക്ഷേ കേൾവി ശക്തി കൊടുത്തിട്ടില്ല. അല്ലാഹു ഉദ്ദേശിക്കുന്ന സമയത്ത് ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നൽകുകയാണ്. അല്ലാഹുവിന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യാൻ എനിക്ക് അവകാശമില്ല. ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്ക് തുഅ്തിൽ മുൽക മാ തശാ വതുൻസിഉൽ മുൽക മിമ്മൻ തശാ വതുഇസ്സു മൻ തശാ وتذل من تشاء بيدك الخير إنك على كل شيء قدير. ഷെയ്ഖ് അബ്ദുൽ ഖാദിറുൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ പറയുകയാണ്, അല്ലാഹുവാണ് എനിക്ക് കപ്പൽ സഞ്ചയങ്ങളെ തന്നവൻ. ആ അല്ലാഹു ആ കപ്പലുകളെ തിരിച്ചെടുത്തു എന്ന് കേട്ടപ്പോൾ, കടലെടുത്തു എന്ന് കേട്ടപ്പോൾ ഞാൻ എൻ്റെ മനസ്സിന്റെ അകത്തളത്തിലേക്ക് ഇങ്ങനെ നോക്കി. വല്ല ടെൻഷനും വല്ല വിഷമവും വല്ല പ്രതിസന്ധിയും വല്ല മനോവേദനയും എൻ്റെ മനസ്സിലുണ്ടോ? ഇല്ല. ഒരു ടെൻഷനും ഇല്ല, ഒരു പ്രശ്നവും ഇല്ല, ഒരു വിഷമവും ഇല്ല, ഒരു വേദനയുമില്ല, ഒരു ബേജാറുമില്ല. അന്നേരത്ത് ഞാൻ എൻ്റെ കൽബിന്റെ ശാന്തത കണ്ടപ്പോൾ, സക്കീനത്ത് കണ്ടപ്പോൾ, സമാധാനം കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, അൽഹംദുലില്ലാഹ്. ഒരു മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ടു പോയപ്പോൾ സുബഹിയുടെ നിസ്കാരത്തിലും അല്ലാഹുമ്മ ഖദിനാ ഫീമൻ ഖദൈത്, എൻ്റെ മൊബൈൽ ഫോൺ അതാ ഹൗദിന്റെ കരയിൽ ഇരിക്കുകയാ റബ്ബേ, അതാരെങ്കിലും എടുത്തോണ്ട് പോകുമോ തമ്പുരാനെ? നമ്മുടെ മനസ്സ് ആ ചിന്തയാണ്. ഷെയ്ഖ് അബ്ദുൽ ഖാദിറുൽ ജീലാനി ദർസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ കോടിക്കണക്കിന് രൂപ വില വരുന്ന കപ്പലുകൾ നഷ്ടപ്പെട്ടെന്ന് കേട്ടപ്പോഴും അവിടുന്ന് പറഞ്ഞു, അൽഹംദുലില്ലാഹ്. ഔലിയാക്കളും നമ്മളും തമ്മിലുള്ള വ്യത്യാസം നോക്കാം. പോരാ, അതൊക്കെ തിരിച്ചു കിട്ടി എന്ന വർത്തമാനം കേട്ടപ്പോൾ അവിടുന്ന് പറയുകയാണ്, അൽഹംദുലില്ലാഹ്. അന്നേരത്തെ ഞാൻ എൻ്റെ കൽബിലേക്ക് ഇങ്ങനെ നോക്കി. എന്റെ കൽബിനകത്ത് വല്ല ഹാപ്പിയും ഉണ്ടോ? വല്ല സന്തോഷവും ഉണ്ടായോ? വല്ല ആനന്ദവും എന്റെ കൽബിലുണ്ടായോ? ഇല്ല.
നേരത്തെ എങ്ങനെയാണോ എന്റെ ഖൽബുള്ളത് അങ്ങനെ തന്നെയാണ് ഇപ്പോഴും എന്റെ ഖൽബുള്ളത്. എന്റെ ഖൽബിന്റെ ശാന്തത കണ്ടപ്പോൾ ഞാൻ പറഞ്ഞുപോയി അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. കാദിരി കർ കാദിരി രക കാദിരിയോ മേ മുഠാ കാദിരി കർ കാദിരി രക കാദിരിയോ മേ മുഠാ ഖദറെ അബ്ദുൽ ഖാദിറെ ഖുദ്റത് नमा के वास्ते ഖദറെ അബ്ദുൽ ഖാദിറെ ഖുദ്റത് नमा के वास्ते. അല്ലാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ, എന്റെ ഹൃദയമുള്ള സഹോദരങ്ങളെ, ബഗ്ദാദിലെ ഘോരമായ ഒരു വലിയ ഘാട്ടി, ഒരു വലിയ കാട്, ഒരു ഫോറസ്റ്റ്, ഒരു കാനനം, ഒരു വനം, അതിന്റെ മധ്യത്തിലേക്ക് ഇങ്ങനെ നടന്ന് പോകുകയാണ്. ആ കാട്ടിന്റെ നടുവിൽ ഒരു വലിയ പർവ്വതമുണ്ട്, ഒരു വലിയ പടുകൂറ്റൻ പാറക്കെട്ടുണ്ട്. ആ പാറക്കെട്ടിന്റെ മുകളിലേക്ക് അങ്ങ് കയറുകയാണ്. രാത്രി സമയമാണ്, പാതിരാത്രി സമയമാണ്. ആരും ഉറക്കില്ല, എഴുന്നേറ്റിട്ടില്ല, ഉറക്കിലാണ്. ചളി പെയ്തുകൊണ്ടിരിക്കുന്ന രാത്രിയാണ്. നല്ല തണുത്തു വിറയ്ക്കുന്ന രാത്രിയിൽ വെളിച്ചമില്ല, പ്രകാശമില്ല. അവിടുന്ന് ഘോരമായ വനത്തിന്റെ അകത്തളത്തിൽ അതാലറി വിളിക്കുന്ന ചമ്പുലിയും ചിഹ്നം വിളിക്കുന്ന കാട്ടാനയും ഘോരമായി ഗർജിക്കുന്ന സിംഹങ്ങളും കുറുനരിയുമെല്ലാം തേരോട്ടവും തേർവാഴ്ചയും നടത്തുന്ന ഘോരമായ കാനന മധ്യത്തിന്റെ അകത്തളത്തിൽ, വനാന്തരത്തിന്റെ അകത്തളത്തിൽ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ പ്രവേശിക്കുകയാണ്. ആരുമില്ലാത്ത സമയം, പാതിരാത്രി സമയമാണ്. ജാവു ടൈമിൽ അവിടുന്ന് കയറി വലിയ പർവ്വതത്തിന്റെ മുകളിൽ ഇങ്ങനെ കയറി അള്ളാഹുവിന്റെ ചിന്തയിൽ ലയിച്ചിരുന്നു. അള്ളാഹുവിന്റെ ഫിക്റിൽ, അള്ളാഹുവിന്റെ ദിക്റിൽ, അള്ളാഹുവിന്റെ ശുക്റിൽ, അള്ളാഹുവിന്റെ ഹംദിൽ അവിടുന്ന് ഇങ്ങനെ ലയിച്ചിരുന്നപ്പോൾ ഒരു ഉറക്കം വന്നു, ഒരു മതിഭ്രമത വന്നു. ആ മതിഭ്രമത ഉറക്കത്തിനു വഴിമാറി, ഉറക്കത്തിൽ സ്ഖലനമുണ്ടായി. അവിടുന്ന് ജനാപത്തുകാരനായി. സ്പോട്ടിൽ, സെക്കൻഡിൽ, ആ സമയത്ത് താഴോട്ടിറങ്ങി. വഴിയില്ല. പാമ്പുകളും തേളുകളും പഴുതാരയും കാട്ടുമൃഗങ്ങളും മാത്രമുള്ള വലിയ കാട്ടിൽ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ താഴോട്ടിറങ്ങി വന്നു. ആ വലിയ പർവ്വതത്തിന്റെ താഴ്വാരത്തുകൂടി ഒരു നദി ഒഴുകുന്നുണ്ട്, ഒരു പുഴ ഒഴുകുന്നുണ്ട്, ഒരു ജലസമൃദ്ധിയുണ്ട്. ആ വെള്ളത്തിൽ, തണുത്ത് ചലിച്ചു കിടക്കുന്ന വെള്ളത്തിൽ കുളിച്ച് ശുദ്ധിയായി വീണ്ടും മേൽപോട്ട് ഇങ്ങനെ കയറുകയാണ്. ഒരു മുഅ്മിനായ മനുഷ്യന്റെ സ്വഭാവം എന്താണ്? ജനാപത്തുകാരനായാൽ വളരെ ഫാസ്റ്റായിട്ട് അദ്ദേഹം ശുദ്ധിയാകും. അത് പ്രത്യേകം സുന്നത്താണ്. കണ്ടില്ലേ, ഇമാം അബൂ ഹാമിദുൽ ഗസ്സാലി റഹിമഹുല്ലാ പഠിപ്പിക്കുകയാണ്, നാളെ പാരത്രിക ലോകത്ത് പടച്ചവന്റെ പരലോകത്തൊരു വല്ലാത്ത രൂക്ഷമായ ദുർഗന്ധം ഇങ്ങനെ വരുമ്പോ, എന്തൊരു സ്മെല്ല്, എത്ര മോശമായ ദുർഗന്ധമാണത്, എന്തൊരു നാറ്റവാ, എന്തൊരു മണവാ ഇത്, ഇതെന്തൊരു. ആളുകളൊക്കെ ഇങ്ങനെ മൂക്കുവത്തു. അന്നേരം ചോദിക്കും, ഇതെവിടുന്ന് വന്നതാ? ഈ നാറ്റം, ഈ ബാഡ് സ്മെല്ല് എവിടുന്ന് വന്നതാ? അപ്പോൾ പറയും, ജനാപത്തുകാരനായ മനുഷ്യൻ സൂര്യോദയം വരെ സംശുദ്ധമാകാണ്ടിരുന്നാൽ, സുബ്ഹി ഖലാക്കിയിട്ട് ജനാപത്തുകാരനായ മനുഷ്യന്മാർ, ചില ആളുകൾ, ഓ ഇതെന്തൊരു ചളിയാണ്, ഇന്ന് കുളിക്കാൻ പറ്റൂല എന്ന മനസ്ഥിതിയുമായി സൂര്യോദയം വരെ ജനാപത്തുകാരനായിരിക്കുന്ന മനുഷ്യന്മാരുടെ രഹസ്യാവലോകനം
അവയവങ്ങളിൽ നിന്നും പുറപ്പെടുന്ന രൂക്ഷമായ ദുർഗന്ധമാണ് നാളെ പരലോകത്തിങ്ങനെ അടിച്ചു വീശുകയാണ്. നഊദു ബില്ലാഹ്. അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ശ്രദ്ധിക്കണം. ചില ആളുകൾ അങ്ങനെ ജനാപത്തുകാരനായ പെണ്ണുങ്ങളൊക്കെ ആണെങ്കിൽ പെഞ്ഞാഴി പറയും, ഓ മനുഷ്യ എന്തൊരു ചളിയാ, ഭയങ്കര തണുപ്പല്ലേ, നല്ല കൂൾ ടൈമാണ്, വലിയ പ്രയാസമാണ്, തുണിയൊക്കെ അലക്കാനുണ്ട്, തിരുമ്പാനുണ്ട്, അപ്പോ അത് കുറച്ച് കഴിയട്ടെ. ഞാൻ അതൊന്നും വിശദീകരിക്കുന്നില്ല, സമയം നമുക്ക് തീരെയില്ല. അപ്പോൾ അങ്ങനെ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ വീണ്ടും കയറി മേൽപോട്ട് പോയി, വീണ്ടും അള്ളാഹുവിന്റെ ചിന്തയിൽ ലയിച്ചിരിക്കുകയാണ്. അതേതുപോലെ മുമ്പത്തേതുപോലെ വീണ്ടും സ്ഖലനമുണ്ടായി. 40 വട്ടം ജനാബത്തുണ്ടായാരേ, 40 വട്ടം ഓരൂരാ കുളിച്ചോവാർ, 40 വട്ടം ജനാബത്തുണ്ടായാരേ, 40 വട്ടം ഓരൂരാ കുളിച്ചോവാർ. അവരുടെ ഈമാനിന്റെ പവർ എത്രയാ! നമ്മളും അള്ളാഹുവിന്റെ ഔലിയാക്കളും തമ്മിലുള്ള ബന്ധം, അന്തരം, ഡിഫറൻസ്, വ്യത്യാസം ഇവിടെയാണ്. നോക്കൂ നിങ്ങൾ, 40 വട്ടമാണ് അവിടുത്തേക്ക് സ്ഖലനമുണ്ടായത്. അള്ളാഹു പരീക്ഷിച്ചതാണ്. സൂര്യോദയത്തിന് മുമ്പ്, സുബഹിക്ക് മുമ്പ് ശുദ്ധിയായാൽ മതി, സുബഹി നിസ്കാരത്തിന് മുമ്പ് സംശുദ്ധമായാൽ മതി. പക്ഷേ വളരെ ഫാസ്റ്റായിട്ട് ജനാപത്തുകാരൻ സംശുദ്ധിയാകൽ പ്രത്യേകം സുന്നത്താണ്. ആ പ്രത്യേകം സുന്നത്തെടുക്കാനുള്ള ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനിയുടെ മനസ്സിന്റെ വ്യഗ്രത, അഭിനിവേശം, അഭിവാഞ്ച, ആഗ്രഹം, അവിടുത്തെ ഇഷ്ടം, അള്ളാഹുവിന് വഴിപ്പെടുന്നതിനുള്ള ഖൽബിന്റെ അലച്ച അവിടെയാണ്. മസാല അബ്ദി ബിന്നവാഫിലി യഖ്റുബു ഹത്താ കൂന ലഹു യദം വൽ അർജുലാ. ഇമാം സൈനുദ്ദീൻ മഖ്ദൂം അൽ മഅബരി റഹിമഹുല്ലാഹ് പഠിപ്പിക്കുകയാണ്, من عادى لي وليا فقد آذنته بالحرب وما تقرب إلي عبدي بالنوافل حتى أحبه إذا أحببته كنت سمعه الذي يسمع به وبصره الذي يبصر به ورجله التي يمشي بها ويده التي يبطش بها وإن سألني لأعطيته ولئن استعاذني لأعيذنه. قدسية حديث. അള്ളാഹു പറയുകയാണ്, എന്റെ അടിമ എന്നിലേക്ക് ഇങ്ങനെ അടുത്തടുത്തടുത്തടുത്തടുത്തടുത്ത് വരുമ്പോൾ, മുഅ്മിനീങ്ങളെ, ഇവിടെ നേതൃത്വം നൽകുന്ന മഹാന്മാരായ സാദാത്തുക്കളുടെ ചാരത്ത് നിങ്ങൾ ചെല്ലുമ്പോൾ, ഒരു പക്ഷേ നിങ്ങൾക്കൊരു രോഗമുണ്ടായാൽ അവരൊരു ഗ്ലാസ് വെള്ളം ഇങ്ങനെ മന്ത്രിച്ചു തരികയാണ്. അയാളുടെ രോഗമങ്ങ് ശിഫയാകുകയാണ്. കാരണം എന്തുകൊണ്ടാണ്? അല്ലാഹുവിന്റെ ദീനിന്റെ നിലനിൽപ്പിനു വേണ്ടിയാണ് അവർ പരിശ്രമിക്കുന്നത്. അല്ലാഹുവിന്റെ ദീനിന്റെ പ്രവർത്തനങ്ങൾക്കു വേണ്ടിയാണ് അവരിറങ്ങി പുറപ്പെടുന്നത്. അതുകൊണ്ട് നമ്മളെക്കാൾ ഒരുപാട് സ്റ്റെപ്പ് മേലെ അല്ലാഹുവുമായി അവർക്ക് അഭേദ്യമായ ബന്ധമുള്ള ആളുകളാണ്. അവർ മന്ത്രിക്കുമ്പോൾ ഏതു വെള്ളവും ഔഷധ വീര്യമുള്ള വെള്ളമാകുകയാണ്. ഡോക്ടർമാര് തള്ളിയ ക്യാൻസറുകൾ ഇവിടെ സുഖപ്പെടുകയാണ്. ഏതൊക്കെയോ ഹോസ്പിറ്റലുകളിൽ സക്സസ് ആകാത്ത സർജറികളില്ലയോ, അത് മൽജയിന്റെ തിരുമുറ്റത്ത് സ്വലാത്ത് മജ്‌ലിസിലെ പ്രാർത്ഥനയിൽ അത് ഫലവത്താകുകയാണ്. എങ്ങനെയാ അള്ളാഹുവിന്റെ ഔലിയാക്കളിൽ രാജാവായിരുന്ന 21-ാം നൂറ്റാണ്ടുകരിയ ഏറ്റവും വലിയ അത്ഭുതമേ താജുൽ ഉലമാ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി ഉള്ളാള് സാദാത്തുക്കളുടെ നേതൃത്വത്തിലാ മൽജ എന്ന് പറയുന്ന സ്ഥാപനം ഇവിടെ അത്തിവാരമിട്ടത്. അവിടുത്തെ തർബിയത്തും അവിടുത്തെ തിരുനോട്ടവും അവിടുത്തെ മഹബ്ബത്തും അവിടുത്തെ ഇഷ്ടവുമുള്ള സദസ്സും സംഗമവുമാണ് ഈ സംഗമം.
അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ ഔലിയാക്കളുമായി ബന്ധപ്പെട്ടതുകൊണ്ട് തന്നെ ഇവിടെ വരുന്ന ജനങ്ങൾക്ക് അതുകൊണ്ട് ഉപകാരം കിട്ടുകയാണ്, ഇവിടെ വരുന്ന ജനങ്ങൾക്ക് അതുകൊണ്ട് ഫലമുണ്ടാകുകയാണ്. കണ്ടില്ലേ മഹാനായ ശൈഖ് അഹ്മദുൽ കബീർ അർ-റിഫാഇ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്, അവിടുന്ന് ആരാണ്? കുതുബുകളിൽ രണ്ടാമനാണ്, 4 അഖ്താമുകളിൽ രണ്ടാമനാണ് ശൈഖ് അഹ്മദുൽ കബീർ അർ-റിഫാഇ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്. മഹാനവറുകളുടെ ജീവിതം ഒരു നായാന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ കണ്ടാൽ ഇങ്ങനെ ആട്ടി ഓടിക്കും നായെ. തൊട്ടുപോയാൽ 7 വെള്ളത്തിൽ കഴുകണം. ശാഫിഈ ഫിഖ് നമ്മളോട് പറഞ്ഞു തരുന്നത് അതിൽ ഒരു തവണ മണ്ണ് കലർത്തിയ വെള്ളം ഉപയോഗിച്ചിട്ട് കഴുകണം, എന്നാലേ ശുദ്ധിയാകൂ എന്നാണ്. അങ്ങനെ ഹുക്മ് പഠിപ്പിച്ച ആ നായ ജനങ്ങളൊക്കെ ഒരു നായയെ ഇങ്ങനെ കല്ലെറിഞ്ഞ് ഓടിക്കുകയാണ്. കാരണം എന്താണ്? അതിന്റെ ശരീരത്തിൽ പരിക്കു പറ്റിയിട്ട് വളരെ ആ പരിക്ക് വ്രണമായി പഴുത്ത് ചലവും ചീഞ്ചലവും ഒഴുകി രൂക്ഷമായ ദുർഗന്ധം കൊണ്ട് സഹിക്കാൻ വയ്യാതെ പുഴുവരിച്ചിങ്ങനെ നായ ഓടുകയാണ്. വേദന സഹിക്കാൻ വയ്യാതെ നായ ഇങ്ങനെ ഓടുകയാണ്. സഹോദരങ്ങളെ, അന്നേരത്ത് ഈ രംഗം കണ്ട് ആളുകൾ ആ നായയെ കല്ലെറിഞ്ഞോടിക്കുമ്പോൾ ഈ രംഗം കണ്ട അഖ്താബുകളിൽ രണ്ടാമനെ ശൈഖ് അഹ്മദുൽ കബീർ അർ-റിഫാഇ തങ്ങൾ ആ നായയെ പിടിക്കുകയാണ്, ഒരു വനാന്തരത്തിലേക്ക് കൊണ്ടുപോകുകയാണ്, നായയെ ശുശ്രൂഷിക്കുകയാണ്. 40 ദിവസക്കാലം ആ നായയോടൊപ്പം താമസിക്കുകയാണ്. അതിന്റെ പരിപൂർണമായ ആരോഗ്യത്തിന് വേണ്ടി രാപ്പകലുകളിൽ പരിശ്രമിക്കുകയാണ്. ഇതാരുടെ ചെയ്തിയാ? അഖ്താബുകളിൽ നാലാമനെ അഹ്മദുൽ കബീർ അർ-റിഫാഇ തങ്ങൾ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അല്ലാഹുവിന്റെ ഹബീബിന്റെ റൗളത്തുൽ മുശറഫയുടെ ചാരത്ത് ചെന്ന് നിന്നിട്ട് യാ റസൂലല്ലാഹ് എന്ന് വിളിച്ചപ്പോൾ റൗളത്തുൽ മുശറഫയുടെ ഭിത്തികൾ പൊട്ടിത്തകർന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ പരിശുദ്ധമായ കൈകൾ അഹ്മദുൽ കബീർ അർ-റിഫാഇ തങ്ങളെ മുസാഫഹത്ത് ചെയ്തയാളാണ്. അത്രമേൽ വലിയ മഹത്വമുള്ള മഹാനാണ്. 40 ദിവസക്കാലം ഒരു ഘോരമായ വനാന്തരത്തിന്റെ അകത്തളത്തിൽ ഒരു നായയെ ശുശ്രൂഷിക്കുവാൻ, ട്രീറ്റ്മെന്റ് നടത്തുവാൻ പരിശ്രമിച്ചത് സഹോദരങ്ങളെ. പള്ളിയിലേക്ക് പോകാൻ വേണ്ടി ഇങ്ങനെ നോക്കുമ്പോ ഉണ്ട് സുബ്ഹാനല്ലാഹ്, അവിടുത്തെ വിരിപ്പിനകത്ത്, അവിടുത്തെ പുതപ്പിനകത്ത്, ഷോളിനകത്ത് ഒരു പൂച്ച കിടക്കുകയാ. ആ പൂച്ച പമ്മി കിടന്ന് ഉറങ്ങോ, ഇങ്ങനെ ngurr കൂർക്കം വലിച്ചുറങ്ങുകയാ. അഹ്മദുൽ കബീർ അർ-റിഫാഇ തങ്ങൾ മെല്ലെ വന്ന് നോക്കുമ്പോ തന്റെ തട്ടത്തിൽ, തന്റെ ഷാളിൽ, തന്റെ വിരിപ്പിൽ, തന്റെ പുതപ്പിൽ, തന്റെ ബെഡ്ഷീറ്റിൽ ആ പൂച്ച കിടക്കുന്ന ഭാഗം ഇങ്ങനെ ഒരു കത്രിക എടുത്ത് ഇങ്ങനെ മുറിച്ചു കട്ട് ചെയ്ത് മാറ്റി. എന്നിട്ട് ആ ഭാഗമായിട്ട് പള്ളിയിൽ പോയി ജമാഅത്ത് കഴിഞ്ഞ് തിരിച്ചു വന്നു. നോക്കുമ്പോ പൂച്ച ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റ് പോയിട്ടുണ്ട്. ആ ഭാഗം എടുത്ത് തന്റെ ഷോളിനോട് തുന്നി ചേർത്തു. ഇത്ര വലിയ മനസ്സുള്ള ആളുകൾ ഔലിയാക്കൾ. നമുക്ക് ആ മനസ്സുണ്ടോ? നമ്മൾ എന്തുകൊണ്ടാ ഔലിയാക്കളാവാത്തത്? നമ്മൾ എന്തുകൊണ്ടാ ദുആക്ക് ഇജാബത്തുള്ള ആളുകളാകാത്തത്? നമ്മുടെ മനസ്സ് വ്യത്യാസമുണ്ട്. ഒരുത്തൻ വണ്ടി ഓടിച്ചു പോകാന്ന്, ബൈക്ക് ഇങ്ങനെ ഓടിച്ചു പോവാ. അപ്പൊ വേറെ പാസ്സായങ്ങ് പോയി. എടാ അവൻ അങ്ങനെ പോയോ, അടുത്ത അവനെ ഓവർടേക്ക് ചെയ്യാം. ഇതാണ് നമ്മുടെ മനസ്സ്. ഈ മനസ്സുമായി നടന്നാൽ നമ്മൾ ഔലിയാക്കളാകൂല. ഔലിയാക്കൾ മുഴുവനും വിട്ടുവീഴ്ചയുടെ പര്യായങ്ങളാണ്. ഒരൊറ്റ മനുഷ്യനോടും അവരുടെ ഖൽബിൽ വിരോധമില്ല. അവരെന്തിനാണ് വിരോധം വെക്കുന്നത്? അൽ ഹുബ്ബു ഫില്ലാഹ് വൽ ബുഗ്ളു ഫില്ലാഹ്. അല്ലാഹുവിന്റെ മാർഗത്തിൽ അവർ ഇഷ്ടപ്പെടുകയാ, അല്ലാഹുവിന്റെ മാർഗത്തിൽ അവർ ദേഷ്യപ്പെടുകയാ.
അവരുടെ കാര്യത്തിൽ അവർക്ക് ദേഷ്യമില്ല. കണ്ടില്ലയോ അഹ്മദുൽ മഹാനായ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു ഒരു പടയോട്ടത്തിന്റെ നടുക്കളത്തിൽ സുബ്ഹാനല്ലാഹ് ഒരു പടയോട്ടത്തിന്റെ നടുക്കളത്തിൽ വെച്ച് ഒരു ശത്രുവിനെ അതാ അവിടുന്ന് പരാജയപ്പെടുത്തുകയാണ്. ആ ശത്രുവിനെ തള്ളിയിട്ട് അവന്റെ നെഞ്ചത്ത് കയറിയിരുന്ന് കഴുത്തിരിങ്ങനെ കത്തിവെക്കാൻ നേരത്ത് ആ ശത്രു അലി ഇബ്നു അബീ താലിബ് തങ്ങളുടെ മുഖത്തേക്ക് കാർക്കിച്ചൊരൊറ്റ തുപ്പ് കൊടുത്തു. മനസ്സിലായോ?